ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടീനെ കാണാനില്ലോ, തല കാണാൻ ഹായ് പല്ല വെച്ചിട്ടില്ല. എന്താ വായമണത്തിന്റെ പല്ലേതാണോ? തോന്നുന്നില്ല. നോക്കട്ടെ അമ്മ നോക്കട്ടെ. ഇനി എന്താ സ്പെഷ്യൽ ദിവസമാണല്ലോ? എന്താ ദിവസം? അച്ഛൻ സ്കൂൾ കൊണ്ടുവന്നു. അച്ഛൻ സ്കൂളുണ്ട്. അച്ഛൻ്റെ പിറന്നാളല്ലെന്ന് കുട്ടി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അങ്ങനെ എന്താ എൻ്റെ പിറന്നാളാണ് കേട്ടാ. ഹാപ്പി ബർത്ത്ഡേ. ആളെവിടെ? ബർത്ത്ഡേ കാരണം കാണാനില്ലല്ലോ. അപ്പൊ പ്രത്യേകിച്ച് തോന്നൂല. ഇന്ന് കുഞ്ഞ് അച്ചു വന്നപ്പോൾ അച്ഛൻ്റെ കൂടെ കുഞ്ഞൊന്ന് കറങ്ങാൻ പോയി. എൻഗേജ്മെന്റ് അതിന് ശേഷം അവർ പുറത്തേക്ക് ഇങ്ങനെ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിനൊന്ന് ജസ്റ്റ് കറങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കറങ്ങിയിട്ട് വരട്ടെ. അങ്ങനെ എന്താ പറയണമെന്ന്, അവിടെ പുലർച്ചോട്ട് കറണ്ടില്ല. പാവം കുഞ്ഞിന് പോകാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ കുളിക്കാൻ വെള്ളമില്ല ടാങ്കിൽ. എന്നിട്ട് പൊന്നുകൊണ്ട് വീട്ടിൽ പോയിട്ട് കുളിച്ചിട്ടൊക്കെയാണ് പോയിരുന്നു. പൊന്നു ഒന്ന് കൊണ്ടുപോയി. എന്നിട്ടാണ് കൊണ്ടുപോയിട്ടാ. ഒന്നിനും പോകാൻ പറ്റിയില്ല. ഇവിടെ കറണ്ടിനകത്ത് നിങ്ങൾ എപ്പോൾ എനിച്ചോളൂ. കറണ്ടിനാണ് നേരത്തെ ചൂത്തി എന്തിനാ എന്താ ചെയ്യുന്നത്? കറണ്ട് വന്നതിന് ശേഷം വെച്ചോളൂ. വെള്ളമില്ലേ? വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. ആൾക്കാരത് ഉമ്മയല്ല വാപ്പയെന്ന് പറയരുത് കേട്ടാ. അപ്പൊ എന്താ അങ്ങനെ എന്റെ ബർത്ത്ഡേ ആണ്. എല്ലാത്തും മതി. നമുക്ക് കുഞ്ഞിനും ഇല്ല, ആരും ഇല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാ? എന്നാലും എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഞാൻ എന്റെ പിറന്നാളായിട്ട് തന്നെ അവര് കറങ്ങാൻ പോയി. ഇപ്പോഴോ അല്ലേ അവര് കറങ്ങാൻ പൊക്കോട്ടെ പൊക്കോട്ടെ. നമുക്ക് എന്തിനാ? നമുക്ക് ഞാൻ പോയാ അത് മതി. അവർ കുറേ ദിവസമായി ചോദിക്കും. പിന്നെ അവന് ജോലി പോവാൻ പറ്റുള്ളൂ. അപ്പൊ അവർ കറങ്ങിയിട്ട് വരട്ടെ. നമുക്ക് പണ്ടോട് നോക്കാം. അതെ, ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളിപ്പോ 4 ആളുള്ള കുടുംബമായി മാറിപ്പോ. കുറച്ചുകൂടി മാസം കഴിഞ്ഞാൽ നമ്മൾ 4 ആളാവും. നമ്മള് കല്യാണം കഴിഞ്ഞ് 2 പുതുമുഖത്തില് 2 ചെറിയ മക്കളായിട്ട് നമ്മള് നടക്കാം. പറഞ്ഞിട്ടല്ല, ഇത് അസുഖങ്ങളാണ് ഇപ്പൊ നമ്മളതിനെ വയസ്സനാക്കണം. ബാക്കിയൊക്കെ ഞങ്ങൾ ഓക്കെയാണ്. അസുഖം കാര്യമില്ല, അല്ല ശരി. അല്ല എനിക്ക് എന്തോ ഏത് തരത്തിലൊക്കെയാണോ എന്തൊക്കെയോ പറയാൻ പറ്റില്ല. ഇന്നലെ അയ്യപ്പ വളക്കിന് പോയിട്ട് കണ്ടില്ലേ? അയ്യപ്പഴക്കണത് അയാള് ചെയ്ത് തെറ്റാണ്. ഈ 2 സൈഡിൽ ജനങ്ങൾ നിക്കുമ്പോ അതിന്റെ അടിയിൽ കൊണ്ടിട്ട് കുറ്റി പടക്കം പൊട്ടിക്കാൻ വെക്കുക. കുടിച്ചിട്ട് 2നും വിവരവും ഇല്ല. അച്ഛൻ കഴിച്ചിട്ടില്ല. അത് അതായത് ഇങ്ങനെ മുകളിൽ പോയിട്ട് പൊട്ടണതാണ്. പക്ഷെ ആ കുറ്റിയാണ് ശരി. കഴിഞ്ഞാൽ എത്ര ആൾക്കാരാന്ന് പറയാം ഭക്ഷണം കഴിക്കാൻ വരി നിൽക്കണം. അപ്പൊ ശരിക്കും ഞങ്ങൾ നിങ്ങളുടെ സൈഡിലും. എന്നിട്ട് ഞാൻ എനിക്ക് സമാധാനം മാറ്റി നിർത്തിയത് ഒരെണ്ണം അധികം. ഞാനതാണ് ഞാൻ മാറി നിക്കുമ്പോ ഞാൻ എന്റെ മനസ്സിൽ പറയണ്ട അങ്ങോട്ട് നിന്നോടത്തേക്കല്ല ഇത് വരികയെന്ന് പറയണ്ട്. ഇന്ത്യയില് കാർത്തോണ്ട് അവിടെ നിക്കാൻ പറ്റാ. നീങ്ങി പോവാനാ പറഞ്ഞപ്പോ ആൾക്കാരല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് കുട്ടീനും കയ്യിലുള്ള ഞാൻ ഉള്ളിക്കാണ് നീങ്ങി പോയത്. അപ്പൊ ലാസ്റ്റ് പൊട്ടിയത് മുകളിലേക്ക് പോയി പൊട്ടിണ്ടോന്നില്ല. പകുതിക്ക് ചെന്ന് നമ്മളൊരു ഹൈറ്റിലൊരാകുമ്പോഴേക്കും അത് പൊട്ടി. പടക്കാണ് ചെറുതാ പറഞ്ഞിട്ടല്ല. അതിന്റെ കാർത്തു പേടിച്ചു. തീ വന്നിങ്ങനെ വീണപ്പോഴേ കാർത്തു പേടിച്ചു. പൊള്ളിയ ചെറിയ ചുട്ടു നീറ്റുണ്ട്. അങ്ങനെ രാവിലെ കുഞ്ഞും പോയിട്ട് കുഞ്ഞിൻ്റെ ചെക്കൻ്റെ കൂടെ കറങ്ങാൻ പോകാനിട്ട് പോയി. പൊന്നു ഷേപ്പി അവിടെയാണ്. പിന്നെ ഞങ്ങൾ 4 ആളുകളോടെ അപ്പം ചേച്ചി ചപ്പാത്തി ഉണ്ടാക്കാം രാവിലേക്ക്. എന്തായാലും ഈ ഡയറ്റിങ്ങും കാര്യമുള്ള ഫുഡല്ല. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി
അധികം എണ്ണമെഴുക്കൊന്നും ഇല്ലാണ്ട് ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ കോഴിമുട്ട കഴിക്കണം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ചപ്പാത്തി ഒരു മുട്ടക്കറിയിൽ ഒരു കോഴിമുട്ട കുറച്ച് ഗ്രേവിയും കൂടി കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. പക്ഷേ പിന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉച്ചത്തെ ഫുഡ് ഉണ്ടാക്കുക. പിന്നെ ഒരു രാത്രിയാകുമ്പോൾ കേക്ക് മുറിക്കാൻ ശോഭയ്ക്ക് പോകാമെന്ന് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ അവിടെ അച്ചും കുഞ്ഞിനോട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പണികളൊക്കെ കഴിഞ്ഞ് പൊന്നു ഷേപ്പ് ഇങ്ങോട്ട് വരും. ഞങ്ങളെല്ലാം കൂടി ഇവിടുന്ന് ആ ശോഭയിലേക്ക് പോകാമെന്നൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സത്യമാണ് തീരെ വയ്യ കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ വന്നിട്ട് തൊട്ടി നിറച്ച് പാത്രം കേട്ടോ. പക്ഷേ മൂപ്പര് ഞാൻ പറഞ്ഞൊന്നുമില്ല, മൂപ്പര് പാത്രം മൂറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചപ്പോൾ അമ്മയ്ക്ക് വയ്യല്ലോ, അതുകൊണ്ടാണ് കണ്ട് പാത്രമൊക്കെ കുറേ മൂറി വെച്ചെന്ന് കേട്ടോ. നല്ല നീറ്റായിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മളിങ്ങനെ കാണുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് കമത്തി മറിച്ചൊക്കെ ഇട്ട് അവൻ്റെ അച്ഛൻ കേൾക്കണ അതേ രീതി അന്നേട്ടൻ ചകിരി പിടിക്കാതെ പോലെ അങ്ങനെ അന്നേട്ടൻ കേൾക്കണ പോലെ എനിക്ക് തോന്നുകയാണ് കേൾക്കുന്നത് കാണുമ്പോൾ. അങ്ങനെ എന്താ ഉണ്ടാക്കുകയെന്ന് വെച്ചിരിക്കുമ്പോഴായിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ ഇപ്പം എന്താ ബിരിയാണി ചലഞ്ചിട്ടെല്ലാം പള്ളിയുള്ളിലുണ്ട്. ഇങ്ങനെ എന്തോ വയ്യാത്തവർക്ക് കാശ് സഹായിക്കാൻ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അന്നേട്ടൻ്റെ കൈമേത് പറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് പള്ളിയിൽ നിന്ന് ആൾക്കാർ വന്നേട്ടാ. അപ്പോൾ പള്ളിയിൽ നിന്ന് ഒരു 3-5 പിള്ളേർ വന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബിരിയാണി ചിലപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചപ്പോൾ ഇങ്ങനെയാണെന്ന്. അപ്പോൾ പിന്നെ ആ സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു 500 രൂപകളില്ലാണ്ട് നമ്മൾ സഹായിക്കുന്നുണ്ടായിരിക്കും നമ്മളുകൊണ്ട് പറ്റുന്നൊരു ഇതുണ്ട്. അപ്പോൾ ഞാനന്ന് 5 ബിരിയാണിയാണെന്നൊന്നുമില്ല ഏൽപ്പിച്ചു. പിന്നെ ഞായറാഴ്ച പൊന്നു ഷെബിയും പിന്നെ പിള്ളേരും കൂടി ആകുമ്പോൾ 5 എണ്ണം ഏൽപ്പിച്ചു കേട്ടോ. അതൊക്കെ കാർത്തു അങ്ങനെ അതൊക്കെ ഏൽപ്പിച്ച് സത്യം പറഞ്ഞാൽ ആ ഒരു ധാരണയൊന്നും ഇല്ല. എന്തുണ്ടാക്കാന്ന് വെച്ചിരിക്കുമ്പോണ്ട് ആരോ ഫോൺ ബില്ല് അടിച്ചു. അപ്പോൾ അതിനോടൊപ്പം തുറക്കുമ്പോൾ 550 രൂപ അല്ലേ എന്ന് കണ്ടപ്പോൾ ആരും ഈ 550 രൂപയുടെ ബില്ലും കൊണ്ടുവന്ന് വെച്ചുട്ടാ. അങ്ങനെ പൊന്നിൻ്റെ വീട്ടിൽ നിന്ന് കുഞ്ഞിനും അച്ഛനും കൂടി പോകുന്നത് വേറെ ഒന്നും ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. കറണ്ടില്ലാണ്ടായിരുന്നില്ല. രാവിലെ എനിക്ക് ടാങ്കിൽ വെള്ളമില്ല. അപ്പോൾ കറണ്ടില്ലാത്തന്നെ പൊന്നു ഷെബി വന്നിട്ട് അവരെ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് ഡ്രസ്സ് മാറി പോണത്. അപ്പോൾ അച്ഛൻ വരുമ്പോൾ എൻ്റെ കേക്ക് ബർത്ത്ഡേ അല്ല, അപ്പോൾ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവളിപ്പോൾ രാവിലെ കട്ട് ചെയ്ത് പോയി എല്ലാവരും എനിക്ക് കുളിച്ച് റെഡി ആയി കട്ട് ചെയ്യുമ്പോൾ നേരെ വയ്ക്കും. അപ്പോൾ ഇവരെ കറക്കം നടക്കില്ല. അപ്പോൾ നിങ്ങൾ പോയി കറങ്ങിയിട്ട് പോരെ, നമുക്ക് രാത്രി അപ്പോൾ എല്ലാം കൂടി ശോഭയിൽ കണ്ടെത്താറ്. അങ്ങനെ അവർ കറങ്ങാൻ പോയിട്ടാണ്. അപ്പോൾ ഈ പൊന്നു എന്തൊക്കെയോ പറഞ്ഞ് യാത്രയാക്കണതാണ് കേട്ടോ. കാരണം പൊന്നിൻ്റെ വീട്ടിൽ നിന്നാണ് കുഞ്ഞൻ പോയത്. അങ്ങനെ അവർ കറങ്ങി അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ശോഭ സിറ്റിയിൽ ഒരു 7 മണിയാകുമ്പോൾ 7 കഴിഞ്ഞിട്ട് ഞാൻ കണ്ടുമുട്ടുമ്പോൾ അപ്പോൾ ഇത് കാർത്തു കുറേ നേരം മേമനെ കാണുന്നുണ്ട്. അപ്പോൾ ഷെബി മോന് ഇപ്പോൾ വരാണ്ട് അവർ പകുതിക്ക് മുങ്ങി ഞങ്ങളുടെ അടുത്ത് ശോഭയിൽ തന്നെ കേട്ടോ. ശോഭയുടെ എൻട്രിയിൽ എത്തിയപ്പോൾ ഇപ്പോൾ വരാണ്ട് അവർ പോയി. അമ്മ അച്ഛനോട് പൊക്കെ അവിടെ അച്ചു. അപ്പോൾ കുഞ്ഞിനെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ശോഭയുടെ അവിടെ സൈഡിലുണ്ട് കേട്ടോ. അങ്ങോട്ട് അച്ഛൻ്റെ ഫോൺ ഓഫ് ആവാറ് ചാർജ് കഴിഞ്ഞിട്ട് ചാർജ് ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചാർജ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ അച്ഛനെ കണ്ടപ്പോൾ നമ്മുടെ കുണിക്കാൻ പിന്നെ അച്ഛൻ്റെ അടുത്തായിട്ടാണ്. അവർക്ക് പിന്നെ അങ്ങനെ പരിചയക്കുറവൊന്നുമില്ല. കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പൊക്കോളും. അപ്പോൾ നമ്മുടെ കാർത്തുമേടെ സ്ഥിരം കടകളുണ്ട്. കാർത്തൂന് അറിയാം അവിടെ പോയി കഴിഞ്ഞാൽ ഏത് കടയിൽ നിന്ന് എന്താ മേടിക്കണേന്ന്. അവിടെ ഇങ്ങനെ ചൂണ്ടി കാട്ടിയിരുന്നു. പക്ഷെ ഒന്നും മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, പേഴ്സും ഫോണും പൊന്നിൻ്റെ ബാഗിൽ പെട്ടു. പൊന്ന് ബാഗ് കൊണ്ടുപോയി. എന്നിട്ട് എനിക്ക് അറിയുന്ന ഒരു കടയുണ്ട്. അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ കൂടുതലും മോമോസാണ് കേട്ടോ അവിടെ പോയി വരാം. 2 സ്റ്റീം മോമോസും 2 സെറ്റ്, മറ്റേത് 2 എണ്ണം. പിന്നെ അച്ചും മോമോസ് കഴിക്കാൻ തന്നെ എന്തോ ഒരു ഉരുളാങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. അത് ഏൽപ്പിച്ചോട്ടെ, വേറെ ഒന്നും പറഞ്ഞ് ഏൽപ്പിച്ചില്ല. ഇത്രയും കഴിച്ചിട്ട് ആർക്കും ഒന്നും വേണ്ട, ഫുഡ് വേണ്ട. പിന്നെ പോയ വെച്ച് എല്ലാവരും ഒരു ഗ്ലാസ് ചായ കുടിച്ചു. ഞാൻ കുടിച്ചില്ല. എൻ്റെ അപ്പയമ്മ വേണ്ടേക്ക്, എൻ്റെ അപ്പയമ്മ വേണ്ടേക്ക്, അപ്പയമ്മ വേണ്ടേക്ക് ജയദേവ് ഹാപ്പി ബർത്ത്ഡേ ഫാദർജി. അപ്പാ
അപ്പൊ വേലങ്കുന്നിന് ഒരു എത്ര കിലോമീറ്റർ ഓടി എത്തിക്കും വേലങ്കുന്ന് കണ്ടെത്താൻ പൂമലയിലൊന്നുമില്ല അപ്പൊ അങ്ങനെ ഗിഫ്റ്റ് പൊളിക്കാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയൊക്കെ പൊളിക്കാനൊക്കെ ഭയങ്കര മടിയായിട്ടാണ് ആൾക്കാരെ വിളിച്ചത് അപ്പം ഞാൻ ചോദിച്ചു ഞാനേട്ടൻ പൊളിക്കണ്ട ഞാൻ വിളിച്ചാലും മതിയല്ലോ ചോദിച്ചു ഞാൻ തട്ടുപറിച്ചത് ഞാൻ വിളിക്കാൻ നിന്നു കേട്ടോ. പക്ഷേ നല്ല വീഡിയോഗ്രാഫറായിരുന്നു നമ്മുടെ വീഡിയോഗ്രാഫർ. ബാക്കിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് പൊളിക്കണത്, വേറെ ഒന്നുമില്ല. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിക്കുമോള് അച്ഛൻ്റെ ഒക്കത്ത് കയറിയിട്ട് അങ്ങനെ ഇതാ നമ്മുടെ ഗിഫ്റ്റൊക്കെ പൊളിച്ചു. അപ്പം ഞാൻ കണ്ടു ബാക്കിൽ നിന്ന് വീഡിയോ കാണുമ്പോൾ ഞാൻ കുഞ്ഞിനോട് കുഞ്ഞ ഫ്രണ്ടിൽ പോയിട്ട് എടുക്കണേ എന്നിട്ട് അടി ബാഗ് നീ തന്നെയാ ഞാനല്ലാത്തത്. അത് എൻ്റെ അച്ഛ മേടിച്ചത്, ഇതൊക്കെ അച്ഛ എടുത്തത്. അയ്യടേ നീ എടുത്ത് ബാക്കിൽ നിന്ന് അച്ഛ എടുത്തത് കറക്റ്റാണ്. അച്ഛ കാർത്തിൻ്റെ ഒക്കെ നല്ല വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ്സിൻ്റെ വാച്ച് മേടിക്കാമെന്ന് വെച്ചു. ഞങ്ങൾ രണ്ടു കൂട്ടുണ്ട് വാച്ച് മേടിച്ചതൊക്കെ വെച്ചു. അപ്പോഴല്ലേ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമ്മളെക്കാളും അല്ലേ വലിയൊരു പ്രതീക്ഷിക്കാത്തൊരു വാച്ച് എന്നെ തേടി വന്നത്. പിന്നെ ഇനി വാച്ച് വേണ്ട, ഇപ്പോൾ 2 വാച്ച് ഉണ്ടല്ലോ, അപ്പം ഇനി വേണ്ട എന്ന് വെച്ചു. ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് അല്ലേ കൂളിംഗ് ഗ്ലാസ് എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ കൂളിംഗ് ഗ്ലാസ് മേടിച്ചപ്പോൾ അനിയേട്ടൻ നാണക്കേണ്ട കേട്ടോ. പക്ഷേ അനിയനത് ഇഷ്ടം എന്താ വെച്ചാൽ അനിയുടെ യാത്രയൊക്കെ നമ്മൾ ഈ വെളിച്ചം കണ്ണിലേക്ക് തറയ്ക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വെളിച്ചത്തിൻ്റെ. അപ്പോൾ എപ്പോഴും പറയും കണ്ണിലേക്ക് കൂളിംഗ് ഗ്ലാസ്സൊക്കെ നല്ലതാണ്, നമുക്ക് ആ വെളിച്ചം തറക്കില്ലെന്ന് പറയും. അപ്പോൾ അനിയേട്ടന് മടിയപ്പോൾ ഞാൻ മേടിച്ച് വെച്ചിട്ട്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നല്ല ഭംഗിയുണ്ടല്ലേ, കാശൊക്കെ ആയിട്ടാണ് കൂളിംഗ് ഗ്ലാസ് മേടിക്കുക. ചുമ്മാ പറഞ്ഞതാണ്. ഞാനും അങ്ങനെ വെച്ചാൽ കുന്നിട്ട് എല്ലാ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് എൻ്റെ പ്രശ്നമായിട്ടുള്ള കണ്ണാടാണ് ഞാൻ വെച്ചുകൊണ്ട് നടക്കില്ല. നല്ല ആളാണ്. അങ്ങനെ നമ്മൾ വല്ല ഫോട്ടോ എടുക്കുക സെൽഫി എടുക്കുമ്പോൾ വയ്ക്കുക എന്നല്ലാണ്ട്. അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ കണ്ണാട വയ്ക്കുന്നത് ഇഷ്ടമാണ്. എന്താ വെച്ചാൽ അതിനായിട്ട് ഗൾഫിലുള്ളപ്പോൾ വെയിൽ ചൂടിൻ്റെ സമയത്തൊക്കെ അതിനായിട്ട് അങ്ങനെ വെച്ച് ഓടിച്ചിരുന്നു പറഞ്ഞിട്ട് ചൂട് ഭയങ്കര ചൂട് സമയമൊക്കെ ആകുമ്പോഴേ അങ്ങനെ ഇതാ. പിന്നെ നമ്മുടെ കുണുക്കിന് കുണിക്കും അവിടെ നിന്ന് ഐസ് കണ്ട് നമ്മൾ എവിടെ നിന്ന് കിട്ടുന്ന പറഞ്ഞാൽ കോഴിക്കോട് നിന്ന് കിട്ടണതല്ലേ, അതിനെന്താ പറയുക ഐസ് ചുരണ്ടി. പക്ഷേ ഇവിടുത്തെ രസമുണ്ട് കേട്ടോ, അവിടുത്തെ ഫ്രഷ് ആയിട്ടുള്ള ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഇവിടുത്തെ ഇന്നലെ മേടിച്ച മാംഗോൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായിട്ടാണ്, നല്ല ടേസ്റ്റ്. അങ്ങനെ പാപ്പ കുട്ടീനെ കുറച്ച് നല്ല നല്ല വീഡിയോ എടുത്തത്. ശരിക്കും കുട്ടീനെ കുറേ വർഷം പണ്ടൊക്കെ ഇപ്രാവശ്യത്തെ ഫംഗ്ഷനിൽ പ്രത്യേകത അച്ഛൻ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അടിപൊളി ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ഇത്രയുള്ള